നമസ്കാരം. നമ്മുടെ വീടുകളിൽ ഗേറ്റുകൾ ഉണ്ടായിരിക്കും. അത് ഓട്ടോമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് തള്ളി തുറക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഗേറ്റ് കുറേ അകലെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റ് പലപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല ബുദ്ധിമുട്ട് കാരണം നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഗേറ്റിനെ നമുക്ക് ഓട്ടോമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു സൈറ്റാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ഥലപരിമിതി കുറവാണ്. നമുക്ക് വണ്ടി റോഡാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരമായിട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ ഉള്ള സ്പേസ് ഫുള്ള് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവേ ഈ ഗേറ്റ് എപ്പോഴും തുറന്ന് കിടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ കൂടിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഏറ്റവും സ്മൂത്തായിട്ട് നമ്മുടെ ഗേറ്റ് മാനുവലി തള്ളി കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോവും വേണം, മോട്ടറൈസ് ചെയ്യും വേണം, എന്നാൽ വണ്ടി തട്ടാത്ത രീതിയിൽ മോട്ടർ വെക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വല്ലാത്ത കസ്റ്റമർ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറാണ് ടോപ്പ് മൗണ്ട് റെയിൽ മോട്ടർ, സ്ലൈഡിങ് മോട്ടറാണ് ഇത് വരുന്നത്. ഇത് ഓട്ടോസോൺ ബ്രാൻഡിലാണ് വരുന്നത്. നമുക്കൊരു 800 കിലോ വരെയൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് പോവും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഗേറ്റിന് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുമ്പോൾ, എപ്പോഴും നമ്മുടെ സ്ലൈഡിങ് ഗേറ്റ് ഏറ്റവും സ്മൂത്ത് ആക്കിയിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏത് ടൈപ്പ് ഓട്ടോമേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഗേറ്റ് സ്മൂത്ത് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗേറ്റിൻ്റെ വീല് ടൈപ്പ് വീലായിരുന്നു. എല്ലാ ആംഗിൾ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രിക്ഷനായിരുന്നു. 2 ആൾ തള്ളി കഴിഞ്ഞാലാണ് ഈ ഗേറ്റ് നമ്മൾ വരണ സമയത്ത് നീങ്ങിയിരുന്നത്. അപ്പോൾ അത് മാറ്റി നമ്മൾ റൗണ്ട് റെയിലും അതേമാതിരി തന്നെ റൗണ്ട് വീലുകളാണ് യൂസ് ചെയ്യുന്നത്. അതും ഡബിൾ ബെയറിംഗ് ഉള്ള വീലുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വിരലുകൊണ്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് നീക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്രയും സ്മൂത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗേറ്റിനെയും നമുക്ക് മോട്ടറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റിനെ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. സ്മൂത്ത് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഏത് ഗേറ്റും നമ്മൾ മോട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് അവിടെ ടോപ്പ് മൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പില്ലർ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് സ്ട്രോങ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് ഗേറ്റ് മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പോസിബിൾ അല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെയാണ് നമ്മുടെ സ്ലൈഡിംഗ് മോട്ടർ നമുക്ക് വെക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മോട്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഈ ഒരു ഗേറ്റ് വണ്ടി റിവേഴ്സ് ഇടുമ്പോൾ ഇതുമ്പോൾ തട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം വളരെ കുറച്ച് സ്ഥലം ഇവിടെ കസ്റ്റമർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഒരു വലിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് മൗണ്ട് നോക്കിയത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, കസ്റ്റമറുടെ ഗാർഡൻ്റെ ഭാഗമായിട്ടുള്ള മതിൽ വന്ന് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ഒരു ട്രയാങ്കിൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതേമാതിരിയുള്ളൊരു ട്രയാങ്കിൾ നമുക്ക് താഴെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പൊട്ടിച്ച് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് പകരം ആണ് നമ്മൾ ടോപ്പ് മൗണ്ട് ഓൾറെഡി മുകളിൽ എന്തായാലും നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഗേറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഗേറ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. അടിയിൽ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മളിവിടെ കൊടുത്തത് ടോപ്പ് മൗണ്ടിങ് സ്ലൈഡിംഗ് മോട്ടറാണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 റിമോട്ട് ഉണ്ടായിരിക്കും. മാത്രമല്ല നമുക്ക് ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ മൊഡ്യൂളും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫോൺ വഴി നമ്മുടെ ഗേറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്താണ് നമ്മുടെ ഗേറ്റ്. ജസ്റ്റ് ഇത് വരുന്നുണ്ട്. ഇതിൽ ചെറിയ സൗണ്ടുകൾ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് അത്ര പാക്ഡ് അല്ല. ബോർഡ് കസ്റ്റമർ മാറ്റും. അപ്പോൾ ക്ലീൻ ആയിട്ട് നമ്മുടെ ഗേറ്റ് വരും. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഗേറ്റാണ്. നമുക്ക് റിമോട്ട് വഴി നമുക്ക് ഇതിനെ ഗേറ്റിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഗേറ്റിൽ നമുക്ക് റിമോട്ടിൽ ക്ലോസ് ഓപ്പൺ സ്റ്റോപ്പ് കിട്ടും. അതുപോലെ തന്നെ നമ്മളിവിടെ വാർണിംഗ് ലൈറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് പുറത്തുനിന്ന് വരുമ്പോൾ വണ്ടികൾ വരുമ്പോൾ ഗേറ്റ് ഓപ്പറേറ്റിംഗ് ആണെന്ന് അകലേന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ നമ്മൾ ഇവിടെ വാർണിംഗ് ലൈറ്റ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റിക്കായിട്ട് നമ്മളിവിടെ ഫോട്ടോ സെല്ല് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗേറ്റ് റിമോട്ടിൽ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി വരണ സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്യണ സമയത്ത് ഇപ്പോൾ വണ്ടിയോ അല്ലെങ്കിൽ ഒരാളോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗേറ്റ് തുറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫോട്ടോ സെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി സൈഡും നമ്മളെ മോട്ടറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സേഫ്റ്റി ഇല്ലാണ്ട് ഒരിക്കലും നമ്മൾ മോട്ടറൈസ് ചെയ്ത് കൊടുക്കരുത്. കാരണം അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വണ്ടിയിൽ തട്ടാൻ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോട്ടോ സെല്ല് വൺ സൈഡെങ്കിലും കൺസിഡർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള ഇൻസ്റ്റാളേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്യാം. തേർഡ് ഐ സെക്യൂരിറ്റി സിസ്റ്റംസ്.